ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എല്ലാ സ്നേഹവന്ദനങ്ങളെ ഈ പകലിൽ നേരുന്നു. ഈ പകലിൽ നിങ്ങൾ സന്തോഷമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു സന്ദർഭത്തെ, ഒരു വ്യക്തിത്വത്തെ നിങ്ങളുടെ മുമ്പിൽ ഈ പകലിൽ വരച്ചു കാട്ടുവാൻ ഞാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധയെ യോനയുടെ പുസ്തകത്തിലേക്ക് ക്ഷണിക്കുന്നു. അവിടെ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും. അമിത്തായിയുടെ മകനായ യോനയോട് യഹോവയായ ദൈവം ഇങ്ങനെ ഒരു അരുളപ്പാട് അറിയിക്കുകയാണ്: നീ നിനവയിലേക്ക് ചെന്ന് ആ ദേശത്തിന് വിരോധമായി പ്രസംഗിക്കുക. അതെ, ആ ദേശത്തിൻ്റെ ദുഷ്ടത ദൈവസന്നിധിയോളം എത്തിയിരിക്കുന്നു. ആ ദേശത്തിൻ്റെ ദുഷ്ടത അതികഠിനമായിരിക്കുന്നു. ആകയാൽ നീ ആ ദേശത്ത് പോയി നിനവയിലേക്ക് പോയി അതിന് വിരോധമായി പ്രസംഗിക്കുവാൻ യഹോവയുടെ അരുളപ്പാട് അവിടെ യോനയ്ക്ക് കൈമാറുന്നതായി നമുക്കവിടെ കാണുവാൻ സാധിക്കും. അതെ, ദൈവത്തിൻ്റെ വാക്ക് കേട്ട യോന നിനവയിലേക്ക് പോകേണ്ടതിന് പകരം ഇതാ തർശീശിലേക്ക് കടന്നു പോകുന്ന ഒരു സന്ദർഭം നമുക്കവിടെ കാണുവാൻ സാധിക്കും. തർശീശിലേക്ക് പോകുന്ന യാത്രയിൽ വളരെയധികം പ്രതികൂലങ്ങൾ അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. അവൻ യാത്ര ചെയ്തിരുന്ന കപ്പലിൽ നിന്ന് കൂടെയുള്ള യാത്രക്കാരും അവനാണ് കുറ്റം ചെയ്തതെന്ന് കണ്ടിട്ട് അതെ അവനെ പിടിച്ച് വെള്ളത്തിലേക്ക് എറിയുന്നതായി നമുക്കവിടെ കാണുവാൻ സാധിക്കും. വെള്ളത്തിലേക്ക് എറിഞ്ഞപ്പോൾ ദൈവത്താൽ ആക്കി വെച്ചിരുന്ന മത്സ്യം അതെ ഈ യോനയെ വിഴുങ്ങി നിനവയിൽ കൊണ്ട് ഛർദ്ദിക്കുന്നതായി നമുക്കവിടെ കാണുവാൻ സാധിക്കും. വീണ്ടും യോനായുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ നമുക്കിങ്ങനെ കാണുവാൻ സാധിക്കും. യഹോവയായ ദൈവം രണ്ടാമത് വീണ്ടും യോനയോട് അരുളപ്പാട് അറിയിക്കാൻ, നീ ചെന്ന് നിനവയോട് പ്രസംഗിക്കുക. യോനയോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിച്ചപ്പോൾ യോനയുടെ മുൻവിധി കാരണം, അവന് നിനവയെക്കുറിച്ച് അറിയാവുന്നത് കാരണം, നിനവയുടെ ദുഷ്ടത അവൻ്റെ ജീവിതത്തിൽ അവൻ കേട്ടിട്ടുള്ളത് കാരണം നിനവെ തിരഞ്ഞെടുക്കേണ്ടതിനു പകരം, ദൈവത്തിൻ്റെ ആലോചന അനുസരിക്കേണ്ടതിനു പകരം അവൻ തർശീശിലേക്ക് പോകുവാൻ തയ്യാറായി. ഈ പകലിൽ നിങ്ങളുമായി കൈമാറുവാൻ ആഗ്രഹിക്കുന്ന ചിന്തയും ഇതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന അരുളപ്പാടുകൾ, ദൈവം തന്ന ശുശ്രൂഷകൾ, ദൈവം തന്ന വാഗ്ദത്തങ്ങൾ നിവൃത്തിയാകുന്നതിന് പലപ്പോഴും തടസ്സം നമ്മുടെ മുൻവിധികളാകാറില്ലേ, നമ്മുടെ മുൻ പരിചയങ്ങളാകാറില്ലേ? പക്ഷെ ഈ പകലിൽ ഞാൻ നിങ്ങളുമായി കൈമാറുവാൻ ആഗ്രഹിക്കുന്ന ചിന്തയും ഇതാണ്. നീ ചിന്തിക്കുന്നതല്ല എൻ്റെ ദൈവത്തിൻ്റെ ചിന്ത. നീ പ്ലാൻ ചെയ്യുന്നതല്ല എൻ്റെ ദൈവത്തിൻ്റെ പ്ലാൻ. ദൈവം കൽപ്പിച്ചത് ചെയ്യുവാൻ തയ്യാറായാൽ, ദൈവം അരുളി ചെയ്ത വാഗ്ദത്തത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുവാൻ തയ്യാറായാൽ, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുവാൻ തയ്യാറായാൽ, മുഖം നോക്കാതെ, മുൻവിധിയില്ലാതെ, മുൻ പരിചയത്തെ മറന്നുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ചാൽ, അതെ, നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരി, നീ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി, നീ കണ്ടിട്ടില്ലാത്തതിനേക്കാൾ ഉപരി മഹത്തായതും അഗോചരവുമായ വഴികൾ ദൈവം നിനക്ക് വേണ്ടി ഈ പകലിൽ ഒരുക്കുവാൻ തയ്യാറാണ്. അതെ, യോനയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 3 മുതൽ താഴോട്ടുള്ള വാക്യത്തിലേക്ക് നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും. അതെ, യോന അവിടെ നിന്ന് എഴുന്നേറ്റ് നിനവയിലെത്തി നിനവയോട് നിനവയ്ക്ക് വിരോധമായി പ്രസംഗിച്ചപ്പോൾ യോന പോലും ചിന്തിച്ചതിന് വിപരീതമായി യോനയിലുള്ള രാജാവ് മുതൽ കുഞ്ഞു കുട്ടി വരെ അതെ അവർ ദൈവസന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ രട്ടെടുത്തായിരിക്കുന്നത് നമുക്കവിടെ കാണുവാൻ സാധിക്കും. സംഭവിച്ചതെന്താണെന്ന് അറിയണ്ടേ? അനർത്ഥം കൽപ്പിച്ച ദൈവം, അനർത്ഥം വരുമെന്ന് പറഞ്ഞ ദൈവം അതിനെ അനുദപിച്ച് അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാക്കി മാറ്റുന്നതായി നമുക്കവിടെ കാണുവാൻ സാധിക്കും. അതെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ള വാഗ്ദത്ത നിവൃത്തികളുടെ തടസ്സം, മറ്റുള്ളവരുടെ വാഗ്ദത്ത നിവൃത്തിയുടെ തടസ്സം ഒരു പക്ഷെ നമ്മുടെ മുൻവിധിയായിരിക്കുന്നെങ്കിൽ ഈ പകൽ അതിനെ ഒന്ന് മാറ്റുവാൻ, ഈ പകലിൽ അതിനെ ഒന്ന് മറന്നു കളയുവാൻ, ഈ പകലിൽ അതിനോട് ബൈ ബൈ പറയുവാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു. എല്ലാ അനുഗ്രഹാശംസകളും നിങ്ങൾക്ക് നേരുന്നു. ദൈവം നിങ്ങളെ ഈ പകലിൽ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.